തമിഴ്നാട്ടിലെ വെല്ലൂർ കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങിൽ ഒരു കാലത്ത് ആയിരക്കണക്കിന് മുതലകൾ ഉണ്ടായിരുന്നു. 1566 വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ച ഈ കോട്ടയ്ക്ക് ചുറ്റിനും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുതലകളുള്ള കിടങ്ങ് നിർമ്മിച്ചത്. 133 ഏക്കർ വലിപ്പമുള്ള ഈ കോട്ടയ്ക്ക് ചുറ്റിനുമുള്ള കിടങ്ങിൽ ഒരു കാലത്ത് 10,000-ൽ കൂടുതൽ മുതലകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചെടുത്ത ശേഷം ടിപ്പു സുൽത്താന്റെ ഭാര്യ, മക്കള്, അമ്മ, പിന്നെ ശ്രീലങ്കയിലെ അവസാനത്തെ രാജാവായിരുന്ന വിക്രമരാജസിംഹനും കുടുംബവും ഇവരൊക്കെ ഇവിടെ തടവുകാരായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തും ഈ കിടങ്ങിൽ അവർ മുതലകളെ വളർത്തിയിരുന്നു. വേറെ ശത്രുക്കളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് അവർ കിടങ്ങിൽ മുതലകൾ ഇട്ടത്? പുറത്തു നിന്നുള്ള ആളുകളെ പേടിച്ചിട്ടല്ല, കോട്ടയ്ക്ക് അകത്തുള്ള ബ്രിട്ടീഷ് സൈനികർ ചാടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മുതലകളെ വളർത്തിയത്. ഈ കോട്ടയ്ക്ക് കാവൽ നിന്നിരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ബ്രിട്ടീഷ് പട്ടാളക്കാർ രാത്രി കാലങ്ങളിൽ കിടങ്ങ് നീന്തി കിടന്നിട്ട് അടുത്തുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് പോകുന്ന പതിവുണ്ടായിരുന്നു. മുകളിലിരിക്കുന്ന അമ്മാവൻ വൈബിലുള്ള പട്ടാള മേധാവികൾക്ക് അതങ്ങ് തീരെ സുഖിച്ചില്ല. അങ്ങനെയാണ് കോട്ടയ്ക്ക് ചുറ്റിനുമുള്ള കിടങ്ങിൽ വീണ്ടും മുതലകളെ വളർത്തുവാനായിട്ട് അവർ തീരുമാനമെടുത്തത്. ഒരിക്കൽ സ്കോട്ടിഷ് ബ്രിഗേഡിലെ ഒരു സർജന്റ് ചെറിയൊരു പന്തയത്തിൻ്റെ പേരിൽ ഈ മുതലകളൊക്കെയുള്ള ഈ കിടങ്ങിലോട്ട് അദ്ദേഹം എടുത്തങ്ങ് ചാടി. മുതലകൾ അദ്ദേഹത്തെ പലതവണ വെള്ളത്തിനടിയിലേക്ക് കടിച്ച് വലിച്ചുകൊണ്ട് പോയെങ്കിലും ഗുരുതരമായ പരിക്കുകളോടെ അദ്ദേഹം ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്നാണ് രേഖകൾ പറയുന്നത്. രാത്രിയിൽ ഈ കോട്ടയിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് സൈനികർക്ക് ഒരു എളുപ്പ വഴി ഉണ്ടായിരുന്നു. ഈ കോട്ടയിൽ ദിവസവും വൈകുന്നേരവും വെളുപ്പിനെയും സമയം അറിയിക്കാൻ വേണ്ടിയിട്ട് പീരങ്കി പിടി മുഴക്കുന്ന പതിവുണ്ടായിരുന്നു. ഇത്രയും വലിയ ശബ്ദവും പ്രകമ്പനവും ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കും അത് കേട്ട് ഭയന്നു പോയ ഈ മുതലകളൊക്കെ ആ സമയത്ത് ഈ വെള്ളത്തിന്റെ അടിയിലേക്ക്, കിടങ്ങിന്റെ അടിത്തട്ടിലേക്ക് പോയി അങ്ങ് ഒളിക്കും. ഈ പീരങ്കി ശബ്ദത്തിന്റെ എക്കോ പൂർണ്ണമായിട്ടും അവസാനിക്കുന്നത് വരെ, അതായത് കുറച്ച് മിനിറ്റുകളോളം ഈ മുതലകൾ വെള്ളത്തിന്റെ മുകളിലേക്ക് വരികയേയില്ലായിരുന്നു. പട്ടാളക്കാർ ഈ ഒരു സമയമാണ് മുതലാക്കിയത്. മുതലകൾ മുങ്ങുന്ന സമയം നോക്കിയിട്ട് അവർ കിടങ്ങ് നീന്തി കിടന്ന് പുറത്ത് ചാടും. പിറ്റേന്ന് രാവിലെ വീണ്ടും പീരങ്കി പിടി പൊട്ടുന്ന സമയത്ത് ഈ മുതലകൾ നേരെ വെള്ളത്തിനടിയിലേക്ക് വീണ്ടും പോവുകയും ഈ പോയ പട്ടാളക്കാർ തിരികെ നീന്തി കോട്ടയ്ക്കുള്ളിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യും. എങ്ങനെയുണ്ട് ഐഡിയ?